നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് കാലമായി ഗൈഡൻസിൻ്റെ റേക്കി റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള ഡൗട്ട് ക്ലിയറിങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്. സോ ഇന്ന് നിങ്ങളുടെ കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം. ഒരുപാടൊന്നുമില്ല, ഒരു 5 ക്വസ്റ്റ്യൻസ് മാത്രം. അതിൽ തന്നെ അത്യാവശ്യം പറയാനുണ്ട്. അപ്പോൾ ഒരുപാട് ലെങ്തി ആയി പോവും, നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് മാത്രം ഇപ്പം ചെയ്യാം. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, റേക്കി പഠിച്ചവർക്ക് മാത്രമാണോ മണി റേക്കി പഠിക്കാൻ പറ്റുകയെന്ന് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, കാരണം രണ്ടും രണ്ട് എനർജിയാണ്. അതൊന്ന് മനസ്സിലാക്കുക. ഒന്ന് സമ്പത്തിൻ്റെ സ്പിരിച്വൽ എനർജിയാണ് മണി റേക്കി എന്ന് പറയുന്നത്. റേക്കി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മണി റേക്കി പഠിച്ചാൽ മാത്രമേ റേക്കി പഠിക്കാവൂ, അല്ലെങ്കിൽ റേക്കി പഠിച്ചാൽ മാത്രമേ മണി റേക്കി പഠിക്കാവൂ, അങ്ങനത്തെ ഒരു നിബന്ധനയും ഇല്ല. അതൊന്ന് മനസ്സിലാക്കുക. കാരണം റേക്കി പഠിക്കാത്ത ആളുകൾക്കും മണി റേക്കി അറ്റോൺമെൻറ്റ് എടുക്കാവുന്നതാണ്. രണ്ടും രണ്ട് എനർജിയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിക്കാം, ഒരു കുഴപ്പവും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റേക്കി ക്ലാസ് എടുക്കുന്നുണ്ടോയെന്ന് എൻ്റെ അടുത്ത് 2-3 പേര് ചോദിച്ചു. റേക്കി ക്ലാസ് കൊടുക്കുന്നുണ്ട്, അറ്റോൺമെൻറ്റാണ് കൊടുത്തു തുടങ്ങാത്തത്. നിങ്ങൾ വേറെ ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം. അപ്പം നമുക്ക് എല്ലാത്തിനും ഒരേ ടൈപ്പ് ഹീലിംഗ് അല്ല നമ്മൾ കൊടുക്കുന്നത്. അതായത് റിലേഷൻഷിപ്പിന് വേറെ രീതിയാണ്, എഡ്യൂക്കേഷണൽ പർപ്പസ് ആണെങ്കിൽ അത് വേറെയാണ്, ഫൈനാൻഷ്യൽ ആണെങ്കിൽ വേറെയാണ്. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബോഡി പാർട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന ഹീലിംഗ് വേറെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേറെ രീതിയാണ്. പാസ് ചെയ്യുന്നതെല്ലാം ഒരേ എനർജി ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന അഫർമേഷനും ഇൻറ്റൻഷനും സിമ്പിൾസിലും മാറ്റങ്ങൾ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന രീതി വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വന്ന രീതി വെച്ചിട്ട് ചിലപ്പോൾ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പം ഞാനും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ വിനൂപ് സാർ അടുത്ത് എത്തിയപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കി തന്നത് സാറ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ ക്ലാസ് കൊടുക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന്, നിങ്ങൾക്ക് ഡൗട്ട്സ് എഴുതി വെച്ചിട്ട് ഒരു 1 hour ക്ലാസ്സാണ് ഞാൻ തരുന്നത്. ആ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. 2, അറ്റോൺമെൻറ്റ് മാത്രം കിട്ടിയിട്ട്, ഇപ്പോൾ ഫസ്റ്റ് ലെവലാണെങ്കിലും സെക്കൻഡ് ലെവലാണെങ്കിലും അറ്റോൺമെൻറ്റ് കിട്ടുന്നുണ്ട്. കുറേ സിമ്പിൾസിൻ്റെ നോട്ട്സും കാര്യങ്ങളും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ഇത് യൂസ് ചെയ്യണമെന്ന് അറിയാത്ത, ഈവൻ സിമ്പിൾസ് എങ്ങനെ വരയ്ക്കണം എന്ന് പോലും അറിയാത്ത, പ്രൊട്ടക്ഷൻ എങ്ങനെ ഇടണം എന്നറിയാത്ത ഒരുപാട് പേരുണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾക്ക്, അവർക്ക് അറ്റോൺമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അവർ റേക്കി എനർജി കോൾ ചെയ്യുന്ന സമയത്ത് അവരുടെ കൈകളിൽ പവറൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സോ ഇങ്ങനെയുള്ള കേസിലും ഞാൻ ഓരോ ലെവൽസിൻ്റെ ക്ലാസ്സായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അവർ പഠിച്ചത് വെച്ചിട്ട്, അവരുടെ എന്താണ് അവർ പഠിച്ചതെന്ന് ആദ്യം ചോദിച്ചാൽ അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ റേക്കിയുടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവരുണ്ട് ജസ്റ്റ് മെയിൽ ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഇനി 3-ാമത്തെ ചോദ്യം, ഇത് റേക്കി ചെയ്തിട്ട് അസുഖങ്ങൾ കൂടുന്നത് എന്തുകൊണ്ടാണ് എന്ന്. റേക്കിയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ സെൽഫ് ഹീലിംഗ് ആണെങ്കിലും, മെജോറിറ്റി സെൽഫ് ഹീലിങ്ങിലാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടത്. അതായത് അതുവരെ നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഇല്ല. ഓക്കെ, യാതൊരു തരത്തിലുള്ള പ്രോബ്ലംസും ഇല്ല. പക്ഷേ റേക്കി ചെയ്തതിന് ശേഷം ദേഷ്യം കൂടുന്നു, സ്കിൻ ഇൻഫെക്ഷൻ വരുന്നു, അതുപോലെ പീരീഡ്സ് ആണെങ്കിലും ഹെവി ബ്ലീഡിങ്, ഹെവി പെയിൻ ഫീൽ ചെയ്യുന്നു, അതുപോലെ കോൾഡിൻ്റെ പ്രശ്നങ്ങൾ, ആസ്മ പോലുള്ള അതൊക്കെ പുറത്തോട്ട് വരുന്നു. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കേൾക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ അസുഖങ്ങൾ ഇല്ല എന്ന് നിങ്ങളാണ് പറയുന്നത്. നിങ്ങളുടെ എനർജറ്റിക് ബോഡിയിൽ ഇതെല്ലാം ഉണ്ട്. സോ റേക്കിയുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, റേക്കി ഇൻ്റലിജൻറ്റ് എനർജിയാണ്. നമുക്കറിയില്ല നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ്, നമ്മുടെ ഇമോഷണൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, നമുക്കൊരിക്കലും മനസ്സിലാവില്ല. ചില ആൾ പറയും എനിക്ക് അസൂയയും കുശുമ്പും ഒന്നുമില്ല, പക്ഷെ അവർക്കുണ്ടാവും.
ഈ പറയുന്ന എനിക്കും നമ്മുടെ ഉള്ളിലുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പം അറിയാം, ആദ്യം അറിയില്ല, നമുക്ക് എത്ര പറഞ്ഞാലും നമ്മൾ സമ്മതിച്ച് കൊടുക്കില്ല. പക്ഷേ നമ്മൾ റേക്കിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പുറത്തോട്ട് വരും. എന്തിനാണ് ഇത് പുറത്തോട്ട് പോപ്പപ്പായിട്ട് വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളത് ഹീൽ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ദേഷ്യം അമിതമാകുമ്പോഴെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നാൽ മാത്രമല്ലേ നമ്മൾ ആ ഇഷ്യൂവിനെ ഹീൽ ചെയ്യുള്ളൂ. അത് ഇമോഷൻസിൻ്റെ കാര്യം. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് സ്കിൻ ഇഷ്യൂസ് വരുന്നത്? സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, ഈവൻ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ജേർണിയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ഇഷ്യൂസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ സ്കിന്നിന് ഇങ്ങനെ ഇഷ്യൂസ് വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ, അതായത് ഒന്നുകിൽ പറയേണ്ടതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫീലിങ്സ് ആവാം. ആ ഫീലിങ്സ് നിങ്ങളിങ്ങനെ പിടിച്ച് വെക്കുന്നുണ്ടാവും. നമ്മുടെ ഉള്ളിൽ നമ്മൾ പിടിച്ച് വെക്കും. നമ്മളത് പുറത്ത് കാണിക്കാതെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും, സപ്രസ് ചെയ്ത് വെക്കുന്നുണ്ടാവും. ഇങ്ങനെ വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതെല്ലാം നമുക്ക് എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്. നമ്മുടെ ഫീലിങ്സ് ആണെങ്കിലും നമ്മുടെ ടച്ച് ആണെങ്കിലും നമ്മുടെ തോട്ട്സ് ആണെങ്കിലും എല്ലാം എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്. മനസ്സിലാക്കുക, എല്ലാം എനർജിയാണ്. സോ ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ സപ്രസ് ചെയ്ത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്നും റിലീസ് ചെയ്യും. ഇത് നമ്മുടെ ബോഡി തന്നെ റിലീസ് ചെയ്യും. നമ്മുടെ എനർജറ്റിക് ബോഡി റിലീസ് ചെയ്യുന്ന സമയത്ത് അത് സ്കിന്നിലൂടെയാണ് പുറത്തോട്ട് പോവുക. ഇതാണ് നിങ്ങൾക്ക് സ്കിൻ ഇഷ്യൂസ് വരുന്നത്. സോ നിങ്ങൾ ഏത് കാര്യമാണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റേക്കി ആണെങ്കിലും അല്ലെങ്കിൽ യൂണിവേഴ്സ് ആണെങ്കിലും തരുന്ന സൈനാണ് ഈ സ്കിൻ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇനി ഈ സ്കിൻ ഇഷ്യൂസിൽ തന്നെ ചിലർക്ക് ഭയങ്കര ഇച്ചിങ് പ്രോബ്ലം ആയിരിക്കും ഉണ്ടാവുക. സോ ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഈ കൂടുതലായിട്ടുള്ള ഇച്ചിങ് അനുഭവപ്പെടുന്നതെന്ന് നോക്കിയിട്ട് ആ ചക്രയായിട്ട് റിലേറ്റ് ചെയ്ത ഇമോഷൻസ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോഡി പാർട്സ് ആണോ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ചക്രാസിനും ആ ഒരു സ്കിൻ ഇഷ്യൂ എവിടെയാണോ നിങ്ങൾക്ക് ഇച്ചിങ് അനുഭവപ്പെടുന്നത് ആ ഭാഗത്ത് നിങ്ങൾ കുറച്ചധികം നേരം റേക്കി കൊടുത്താൽ ഇത് ക്ലിയറായി പോവും. ഇനി കണ്ടിന്യൂസ് ആയിട്ട് റേക്കി കൊടുക്കുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഓയിൻമെൻറ്റൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷേ ഇത് മാറുന്നില്ല. ഇതിൻ്റെ പിന്നിലൊരു റീസണുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള റീസണാണ് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന റീസൺ. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള രോഗം നിങ്ങളെ കാലാകാലങ്ങളായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മ. 2, ആ ഒരു ഡിസീസ്, ആ ഒരു രോഗത്തിൽ നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അതായത് ഇപ്പോൾ ഇച്ചിങ്ങിൻ്റെ കാര്യം എടുക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൊളോക്കിയലായിട്ട് പറയുന്നൊരു കാര്യം, നമ്മൾ ഈ ചൊറിയുന്ന സമയത്ത് ഒരു വല്ലാത്ത സുഖം തോന്നും നമുക്ക്. ഞാൻ പറയുമ്പോൾ മോശമായിട്ട് തോന്നുന്നുണ്ടാവും. അങ്ങനെയല്ല, നമുക്ക് ചൊറിച്ചിൽ വരുന്ന സ്ഥലത്ത് നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കില്ലേ, അത് നമുക്ക് ആ സമയത്ത് സുഖം തോന്നും. കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ വെള്ളം തട്ടുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം മുറിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വിയർപ്പ് തട്ടുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും ഇല്ലേ? അപ്പോൾ ചൊറിയുമ്പോൾ കിട്ടുന്ന സുഖം വേറെ കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൻ പുറത്ത് പറയും. അപ്പോൾ അതുപോലെ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുന്നു. കാരണം ഈ ഇച്ചിങ് വരുമ്പോൾ നമുക്ക് ഇറിറ്റേഷനാണ് ഉണ്ടാവേണ്ടത്. അതായത് നമ്മളത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മുടെ മൈൻഡ്, ബോഡി ആൻഡ് സോൾ ലെവലിൽ നമുക്ക് കോൺഷ്യസ്നെസ് ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെനിക്ക് വേണ്ട എന്നുള്ള പൂർണ്ണ ബോധത്തിൽ എത്തുമ്പോഴേ ഇതും നമ്മളിൽ നിന്ന് പോകത്തുള്ളൂ. അത് മനസ്സിലാക്കുക. നമ്മളിത് ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് നല്ല സുഖം തോന്നും. അപ്പോൾ കുഴപ്പമില്ല, ഇത് കൊള്ളാം എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മുടെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ചൊറിയുന്ന സംഭവം ഇത് പോകത്തില്ല. കാരണം നമ്മുടെ ഇന്നർ ലെവലിൽ, അതായത് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഒരു എന്താ പറയുക, ഉള്ളിലുള്ളൊരു സബ് കോൺഷ്യസ്ലി നമ്മളത് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ചൊറിച്ചിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു പെയിൻ ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ഷോൾഡർ പെയിൻ ആവാം, കാൽമുട്ട് വേദനയാവാം, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൻ്റെ പിന്നിലും ഒരു റീസണുണ്ട്. ഈ പറഞ്ഞ പോലെ പാസ്റ്റ് ലൈഫ് കർമ്മ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ റുട്ടീൻ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നമ്മുടെ ഭക്ഷണക്രമം, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഹിഡൻ ആയിട്ടുള്ള ഒളിഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞു പാർട്ടുണ്ട്. എന്താ അറിയോ? ഈ വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി റെസ്റ്റ് എടുക്കാം. ഇതൊരു എക്സാമ്പിളാണ് പറയുന്നത്. എല്ലാവർക്കും ഇങ്ങനെയാണ് എന്നല്ല.
ഈ വേദന വരുമ്പോൾ എനിക്ക് പെയിൻ ഉണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വേദന വന്നാലാണല്ലോ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുക എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത് പോവുക? സോ എനിക്കിത് വേണ്ട എന്നും പറഞ്ഞ ആ ഒരു കോൺഷ്യസ്നെസ്സിലോട്ട് നിങ്ങൾ എത്തുന്ന സമയത്ത് ഇത് ക്ലിയറായി പോകും. അത് എത്ര ഡീപ്പായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കർമ്മ ഉണ്ടെങ്കിലും അതിന് മാറ്റം വരും. റേക്കിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റം വരും. അപ്പോൾ ഇതൊരു നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ പോപ്പപ്പായിട്ട് വരുന്നത് നിങ്ങളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. അതുപോലെ ദേഷ്യമാണെങ്കിലും മടി, ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹീൽ ചെയ്തതിന് ശേഷം ഭയങ്കര മടി തോന്നും. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട്, അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട്. സോ ആ ഫീലിങ്സിനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് അത് പോപ്പപ്പായിട്ട് വരുന്നത്. ഈ റേക്കി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മുടെ മൈൻഡ്, ബോഡി ആൻഡ് സോൾ ലെവലിലുള്ള പ്യൂരിഫിക്കേഷനാണ് സത്യത്തിൽ നടക്കുന്നത്. അതായത് കംപ്ലീറ്റ് ക്ലെൻസിങ്, എല്ലാം പരിശുദ്ധമാക്കുക, എല്ലാ തലത്തിലും പരിശുദ്ധമാക്കുക. ഈ എല്ലാ തലത്തിലും പരിശുദ്ധമാക്കുന്ന സമയത്താണ് നമ്മൾ ഹയർ സെൽഫിലോട്ട് എത്തുന്നത്. ഓക്കെ, നിങ്ങൾ ദേവിയെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? ആദിപരാശക്തി, ത്രിപുര സുന്ദരി എന്ന് കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്ത സമയത്ത് ഞാൻ ഈ ത്രിപുര സുന്ദരി എന്ന വാക്ക് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് വേൾഡിലെ, അതായത് എല്ലാ ലോകങ്ങളും വച്ചിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡി, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രൂപം, അതിനെയാണ് ത്രിപുര സുന്ദരി എന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. പക്ഷെ അതങ്ങനെയല്ല. ത്രിപുര സുന്ദരി എന്ന് പറയുന്നത് ത്രിപുരം, അതായത് 3 ലെവൽസാണ് ഉദ്ദേശിക്കുന്നത്. അത് മൈൻഡ്, ബോഡി ആൻഡ് സോൾ ലെവലാണ്. അതായത് മാനസികമായി പരിശുദ്ധിയാണ്, ശാരീരികമായും പരിശുദ്ധിയാണ്, ആത്മീയമായും പരിശുദ്ധിയാണ്. ഈ ത്രിപുരങ്ങളാണ് നമ്മളും ക്ലെൻസ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഇവിടെ രേഖി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിരന്തരമായിട്ട് റേക്കി ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ ആദ്യം നിങ്ങൾക്കറിയില്ല, ഒരു 1 വീക്ക് 2 വീക്കൊക്കെ ആകുന്ന സമയത്താണ് ഇതെല്ലാം പുറത്തോട്ട് വരിക. നിരന്തരം നിങ്ങൾ ചെയ്യണം. അപ്പോൾ പുറത്തോട്ട് വരുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ട് കൊണ്ട് ചിലർ സ്റ്റോപ്പ് ചെയ്ത് കളയും. അങ്ങനെ ഒരുപാട് പേരുണ്ട്, സ്റ്റോപ്പ് ചെയ്ത് കളയും. പെയിന് വന്നു എന്ന് കണ്ടാൽ അപ്പം തന്നെ പേടിച്ചിട്ടാണിത് സ്റ്റോപ്പ് ചെയ്യുന്നത്. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങളുടെ എല്ലാ ലെവൽസിലും നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനാണ് റേക്കി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ് നിങ്ങൾക്ക് ഇത്ര ഇഷ്യൂസ് ഉണ്ട്, സോ ഈ ഇഷ്യൂസ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് റേക്കി നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, ഇത് കാണിച്ച് തന്നിട്ട്. ഈവൺ നിങ്ങൾ കൃത്യമായിട്ട് റേക്കി, ഇപ്പോൾ ഹീലറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട്, അവർക്ക് മനസ്സിലാവും. നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണോ നമ്മുടെ ക്ലയൻറ്റ്, അവർക്ക് ഇപ്പം കാലുവേദന ഉണ്ട്. നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കാൽമുട്ട് വേദന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാൽമുട്ടിനൊരു പിന്നോണ്ട് കുത്തുന്ന പോലെ ഒരു വേദന നമുക്ക് തരും. ഒരു 1 to 2 സെക്കൻഡ് നമ്മൾ അത്രയും കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കുന്ന സമയത്താണ് നമുക്കിത് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലാക്കാം അവർക്ക് കാൽമുട്ട് വേദന ഉണ്ട്. ഇത് നമ്മളെ ഗൈഡ് ചെയ്യാണ് ചെയ്യുന്നത് റേക്കി, അല്ലാണ്ട് ആ കാൽമുട്ട് വേദന നമുക്ക് തരുന്നതല്ല. അതൊന്നും മനസ്സിലാക്കുക. ഇപ്പം നമുക്ക് അതുപോലെ തന്നെ നമുക്കിങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. ഈവൺ ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിലൊക്കെ നമുക്ക് മനസ്സിലാവും. ഒരു കോള് വരുമ്പോഴായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മളെ കോൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒക്കെ നമുക്കത് മനസ്സിലാവും. അത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പ്യുവർ ആവുമ്പോഴാണ്. അതായത് നിങ്ങളുടെ എല്ലാ ലെവൽസിലേക്കും നിങ്ങളുടെ ഹീൽ ചെയ്ത് അത് നിങ്ങൾ ക്ലിയർ ആക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓരോ ലെവൽസിലും കൃത്യമായി ജ്ഞാനം ലഭിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ചേർന്ന് നിങ്ങൾ റേക്കി ഹീലിംഗ് സ്റ്റോപ്പ് ചെയ്യരുത്. കൃത്യമായ സാധന നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ഇനി അടുത്തത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്താണ് സൈക്കിക് സർജറി? ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, എൻ്റെ സ്ഥിരം ക്ലയൻ്റാണ്. എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ഇത് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് സൈക്കിക് സർജറി എന്ന് വെച്ചാൽ, നമ്മുടെ റേക്കിയുടെ മാസ്റ്റർ ലെവൽ, അതായത് 3ാമത്തെ ലെവൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ലെവൽസ് എടുക്കുമ്പോഴും ഡീപ്പായിട്ടാണ് നമ്മൾ ഹീലിംഗ് കൊടുക്കുന്നത്. സോ ഫസ്റ്റ് ലെവലിൽ നമ്മൾ സെൽഫ് ഹീലിങ്ങിനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, സെക്കൻഡ് ലെവൽ എത്തുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാം,
ഈവൻ ഫസ്റ്റ് ലെവലിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് ലെവൽ എത്തുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ ഓറ ലെവലിൽ നമുക്ക് ഹീലിംഗ് കൊടുക്കാൻ പറ്റും. അവിടെയാണ് നമ്മൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അവർ ഓറ സ്കാൻ ചെയ്തിട്ട് എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എന്തൊക്കെ ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ട്, ഏത് ചക്രാസിലൊക്കെ ബ്ലോക്ക് ഉണ്ടെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 21 സിമ്പിൾസും ഉണ്ട്. റേക്കി നമ്മളെ കൂടെ ഗൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് സെക്കൻഡ് ലെവൽ. തേർഡ് ലെവൽ എത്തുമ്പോഴാണ് നമ്മൾ സൈക്കിക് സർജറി പഠിക്കുന്നത്. എന്താണ് സൈക്കിക് സർജറി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം മോഡേൺ മെഡിസിൻ ഇപ്പം അങ്ങനെയാണ് പറയുന്നത്, അലോപ്പതി. ഈ മോഡേൺ മെഡിസിനിൽ നിങ്ങൾ സർജറി കേട്ടിട്ടില്ലേ? അതേപോലെ വിത്തൗട്ട് ടൂൾസ്, വിത്തൗട്ട് മെഡിസിൻ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഓറയെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. തേർഡ് ലെവല് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്ക് നമ്മുടെ ഓറ ഡെവലപ്പ് ചെയ്തിട്ട് അത് വച്ചിട്ട് നമുക്ക് ഈ ഒരു ഹീലിംഗ് ചെയ്യാം. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഡീപ്പായിട്ട് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിങ്ങനെ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫിംഗേഴ്സിനെ തന്നെ ടൂളാക്കി വെച്ചുകൊണ്ട് നമ്മളെങ്ങനെയാണോ ഒരു സർജറി ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് മനസ്സിലാവുക. അതായത് നമ്മളെടുത്ത് അവർ പറയുകയാണ് ഭയങ്കര പെയിനാണ്, എനിക്ക് നിൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം അവർ തന്നെ നമ്മളടുത്ത് പറയുകയാണ് ഇങ്ങനെ സ്റ്റോണിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ഫസ്റ്റ് അവരെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും എത്ര സ്റ്റോൺ ഉണ്ട് എന്ന് വരെ നമുക്ക് ക്ലിയർ ആയിട്ട് ചിലപ്പോൾ റേക്കി കാണിച്ചു തരും. ആ സമയത്ത് എങ്ങനെയാണോ ആ സ്റ്റോൺ എടുത്ത് കളയുന്നത് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബോഡി പാർട്ട് രേഖിയുടെ എനർജി വെച്ചിട്ട് ഓപ്പൺ ചെയ്ത് ആ സ്റ്റോൺ എടുത്ത്, എല്ലാം എനർജിയാണ്. ഇവിടെയാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ടത്. ഇതിനെല്ലാത്തിനേക്കാളും ഉപരി നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ കേൾക്കുന്ന എൻ്റെ ശബ്ദം, നിങ്ങളുടെ രൂപം, നിങ്ങൾ ഈ കാണുന്ന പ്രകൃതി എല്ലാം ഇല്യൂഷനാണ്, എല്ലാം മായയാണ്. അത് മനസ്സിലാക്കുക. എല്ലാം എനർജിയാണ്. ഈ ഒരു എനർജി ആയതുകൊണ്ടാണ് നമുക്ക് രേഖ വെച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് നിങ്ങൾ അവിടുന്ന് എനർജി വെച്ചിട്ട് ഇതെടുത്ത് കളയുന്ന സമയത്ത് ഈ സ്റ്റോണ് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് പോസിബിളാണ്, ബിക്കോസ് അതും എനർജിയാണ്, നമ്മളിവിടുന്ന് കൊടുക്കുന്നതും എനർജിയാണ്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ കല്ലെടുത്ത് കളഞ്ഞതിന് ശേഷം എങ്ങനെയാണോ പഴയ പോലെ ആ ബോഡി പാർട്സ് അത് തിരിച്ചതുപോലെ തന്നെ വെച്ച് അതിനെ നമ്മൾ കൊടുക്കേണ്ട എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഡീപ്പായിട്ട് പറയാൻ പറ്റില്ല. അത് എല്ലാം നമ്മൾ ചെയ്ത് അവരെ സുഖപ്പെടുത്തി കൊടുക്കുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആളുടെ മകൻ്റെ കാലിന് ഇതുപോലൊരു ഫ്രാക്ചർ ഉണ്ടായിട്ട്, എല്ലിന് ചെറിയൊരു പൊട്ടുണ്ടായിട്ട് ഞാൻ പറഞ്ഞു ആളുടെ അടുത്ത് എക്സ്റേയും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അയക്കാൻ വേണ്ടി അയച്ചു തന്നു. നമുക്കത് കണ്ടു. ആ സമയത്ത് ഞാൻ ആൾക്ക് ഈ പറഞ്ഞ സൈക്കിക് സർജറിയാണ് ചെയ്തത്. നടക്കാൻ വയ്യാതിരുന്ന ആ കുട്ടി ഒരാഴ്ച കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നടന്നു. എങ്ങനെ അത് സാധിച്ചു? അതും അതർ കൺട്രിയിലുള്ളൊരു കുട്ടിയാണത്, ചെറിയ മോനാണ്. അപ്പോൾ എങ്ങനെയാണത് പോസിബിൾ ആവുന്നത് വെച്ചാൽ അവിടെ രേഖയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മളല്ല. നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ മൈൻഡ് ത്രൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെയാണ് രേഖി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആ എനർജി അവിടെ പാസ് ചെയ്യുകയും അതനുസരിച്ച് ആ ബോണിൻ്റെ ഇഷ്യൂ അവിടെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ആളുടെ ഹെൽത്ത് ഇഷ്യൂ മാറി. കാരണം അവിടെ ഒരു എനർജിയാണ് അവിടെ വേണ്ടത്. ആ എനർജിയാണ് നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്നത്. സോ അവരുടെ ഇഷ്യൂസ് ക്ലിയറായി. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ സൈക്കിക് സർജറി എന്ന് പറയുന്നത് ഒരു ടൂൾസും ഇല്ലാതെ, ഒരു മെഡിസിൻ ഇല്ലാതെ, ഒരു ഇഞ്ചക്ഷൻ ഇല്ലാതെ, ഒരു പെയിനും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ബോഡി പാർട്സിലുള്ള പ്രോബ്ലംസ് നമുക്ക് സൈക്കിക് സർജറി വെച്ചിട്ട് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇത് പറയേണ്ടതല്ല, പക്ഷെ ഒരുപാട് പേര് നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇതിലൊന്ന് ഉൾപ്പെടുത്തുകയാണ്. സ്പിരിച്വൽ ജേണിയുടെ സ്റ്റേജസിനെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ സ്പിരിച്വൽ അവേക്കണിങ്ങിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്. ഞാനതിൽ പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും സോൾ ഷോക്കിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല രീതിയിലാവാം. നമുക്കത് ഇന്നയാൾക്ക് ഇങ്ങനെ വരുള്ളൂ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ വന്നുകൊണ്ട് നിങ്ങൾക്കും ഇങ്ങനെ വരില്ല, അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എല്ലാവരുടെയും കർമ്മയും എല്ലാവരുടെയും ലൈഫ് സ്റ്റൈലും എക്സ്പീരിയൻസും എല്ലാം ഡിഫറെൻ്റാണ്. അതൊന്നും മനസ്സിലാക്കൂ. പിന്നെ ഈ സ്റ്റേജസിനെ പറ്റിയിട്ട് നിങ്ങൾ ഏത് സ്പിരിച്വൽ ജേണിയിലോ ആയിക്കൊള്ളട്ടെ,
നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്ന ചില നിയോഗങ്ങളുണ്ട്. അതനുസരിച്ചിട്ടല്ലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുക? അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരുപാട് ചാനലിൽ ഒരുപാട് പേര് അവരുടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്പിരിച്വൽ ജേണിയെ പറ്റിയിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഇതെല്ലാം കേട്ടിട്ട് എനിക്കും ഇങ്ങനെയേ സംഭവിക്കുള്ളൂ, ഈ ഒരു സ്പിരിച്വൽ ജേണിയിലാണെങ്കിൽ എനിക്ക് ഇത്ര ഹെൽത്ത് ഇഷ്യൂസ് വരും, എനിക്ക് ഇത്രയും മോശമായ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് വരും, എൻ്റെ എല്ലാ റിലേഷൻഷിപ്പും ബ്രേക്കാവും, എൻ്റെ ജോലി പോവും, ഞാൻ നാട്ടിൻപുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന വ്യക്തിയുടെ ലൈഫാണോ നിങ്ങളുടെ ജീവിതം? നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. എപ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെ പറ്റിയൊരു ബോധം ഉണ്ടാവുക എനിക്കറിയില്ല. ഒരുപാട് പേര് ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് TF ജേണി. ഞാൻ എടുത്ത് പറയാം, ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്. ഒരു 100 കണക്കിന് ആളുകൾ എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിക്കും. എല്ലാ ആഴ്ചയും ഉണ്ടാവും, ഏതെങ്കിലും ഒരാളെങ്കിലും വരാതിരിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഈ നിങ്ങൾ കേൾക്കുന്ന വീഡിയോയിൽ പറയുന്ന ആളുകൾ അവരുടെ ലൈഫ് സ്റ്റൈലാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ആവണം എന്നുള്ളത് ആരാണ് ഇതിങ്ങനെ ആവുള്ളൂ എന്ന് ആരാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്? അതെനിക്ക് മനസ്സിലാവാത്തത്. ഇതിങ്ങനെ ആവുള്ളൂ എന്ന് ആരാ പറഞ്ഞത്? എത്ര പേരാണെന്നറിയോ ആ ഒരു ജേണിയാണ് എന്ന് വിചാരിച്ചിട്ട് തെറ്റിദ്ധരിച്ച് ഇവരുടെ ലൈഫ് ഇവർ സ്പോയിൽ ചെയ്യാണ്. ഇത് കണ്ട് ഈ വരുന്ന ഫുൾ മൂൺ ആകുമ്പോഴേക്ക് ഞാൻ അധപതിച്ചു പോവും. ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണുന്നതാണ്, ഫുൾ മൂൺ ആകുമ്പോഴേക്ക് നിങ്ങൾ അങ്ങേയറ്റം ഡിപ്രഷനിലേക്കാവും, നിങ്ങൾ അങ്ങേയറ്റം വിഷമിച്ച് നിങ്ങൾ ഈ വ്യക്തി ആലോചിച്ചിരിക്കുന്ന സമയമാണ്. ഇതിവർ കേട്ടിട്ട് ഇത് മാനിഫെസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ദയവ് ചേർന്ന് നിങ്ങളിങ്ങനെ ചെയ്ത് നിങ്ങൾ കണ്ടോളൂ. കാണണ്ടെന്നൊന്നും പറയാൻ ഞാൻ ആരുമല്ല. ഈ ചെയ്യുന്ന ആൾക്കാരുടെയും വരുമാന മാർഗ്ഗമായിരിക്കും ഇത്, ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങളത് കണ്ടിട്ട് അതിൽ അഡിക്റ്റ് ആവരുത്. ഞാൻ അത്രേ പറയാം. കാരണം നിങ്ങളുടെ ഇഷ്ടമാണ്, വേണോ വേണ്ടയോ എന്നുള്ളത്. ഇത് എല്ലാവരുടെയും ജേണി ഒരുപോലെ അല്ല, അതൊന്നും മനസ്സിലാക്കുക. പിന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ടാരോട്ട് കാർഡ് റീഡിങ് ചെയ്യുന്നുണ്ടോ? ഞാനത് പഠിച്ചിട്ടില്ല, എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. 2, ഞാനൊരു ജേണിയിലാണ്. ഈ ജേണിയിൽ ആണോ ആദ്യം പറയും, ഞാൻ ജേണിയിലാണ്, TF ജേണിയിലാണ്. ഈ ജേണിയിലാണോ അല്ലയോ എന്നൊന്ന് കൺഫേം ചെയ്യാമോ? ഞാൻ തുറന്നു പറയാം, നിങ്ങൾ ഏതെങ്കിലും സ്പിരിച്വൽ ജേണിയിൽ ആണെങ്കിൽ, ഏത് സ്പിരിച്വൽ ജേണിയും ആയിക്കൊള്ളട്ടെ, ഒരാളും നിങ്ങൾക്ക് പറഞ്ഞു തരണ്ട ഇതാണ് നിങ്ങളുടെ കൗണ്ടർ പാർട്ട് എന്നുള്ളത്. നിങ്ങൾ ഓരോ ടാരോട്ട് കാർഡ് റീഡിങ്ങും നിങ്ങൾ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. നിങ്ങളൊരു റിയൽ ഈ പറഞ്ഞ ജേണിയിൽ ആണ് എങ്കിൽ നിങ്ങൾ ആരടുത്തും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം പോലുമില്ല. അവർക്ക് തന്നെ മനസ്സിലാവും. യൂണിവേഴ്സ് അവരെ മനസ്സിലാക്കിപ്പിക്കും. പിന്നെ ഇതിനു വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ടാരോട്ട് കാർഡ് റീഡിങ് നോക്കുക. എത്രയോ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, റേക്കി വെച്ചിട്ടൊന്ന് നോക്കിയിട്ട് പറഞ്ഞു തരുമോ, ഇവരാണോ എൻ്റെ കൗണ്ടർ പാർട്ട്, ഞാൻ ഈ ജേണിയിലാണോ? ഞാൻ 100% പറയും നിങ്ങളല്ല, ആ ജേണിയിലല്ല എന്ന്. കാരണം നിങ്ങൾ ആ ജേണിയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരേണ്ട ഒരാവശ്യവും ഇല്ല. നിങ്ങൾക്ക് തന്നെ സെൻസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് തന്നെ സെൻസ് ചെയ്യാൻ പറ്റും. അതിൽ ഈവൻ നിങ്ങളുടേതായ ആ ജേണിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങളുടേതായ ഒരുപാട് ഞാനിപ്പോൾ പറയാം, നിങ്ങളോട് മാച്ചാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും നിങ്ങളുടെ ആ ജേണിയായിട്ട് റിലേറ്റ് ചെയ്ത്. നിങ്ങളും അവരെയും തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന, അത് മ്യൂസിക് ആവാം, ചില വേർഡ്സ് ആവാം, ചില അവർ പറയുന്ന സ്ഥിരം നിങ്ങളടുത്ത് പറയുന്ന വാക്കുകളാവാം, എന്തും ആവട്ടെ, നിങ്ങൾക്കും അവരും തമ്മിലുള്ള പലതും ഉണ്ടല്ലോ. അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരും. ഇവിടെ ഇന്നേ സൈനാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം എൻ്റെ പോലെ ആയിരിക്കില്ല നിങ്ങളുടേത് പോലെ ആയിരിക്കില്ല വേറൊരാളുടേത്. അതൊന്നും അങ്ങനെയല്ല. പിന്നെ നമ്മൾ ഇതിൻ്റെ പിന്നാലെ ഓടാൻ നിന്നാൽ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും നിങ്ങൾ ലാഗ് ചെയ്ത് പോവുക ചെയ്യുക. അപ്പോൾ ഈ ഒരു സമ്പൂർണ്ണ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ പിന്നാലെ വരണോ, ഈ ഒരു വ്യക്തി മാത്രം വരണോ എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാം. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടോ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടോ അല്ല ഈ ജേണിയിൽ വന്നതെന്നുള്ളത് മനസ്സിലാക്കുക. നമുക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, തിരിച്ച് മോക്ഷപ്രാപ്തി. അതായത്
ആ ഒരു പരമാത്മാവിലേക്ക് നമ്മൾ നല്ല രീതിയിൽ ലയിക്കുക. ഈശ്വരൻ നമ്മളെ അർപ്പിച്ച ഏതൊക്കെ ഉത്തരവാദിത്തങ്ങളാണോ അത് ഏറ്റവും നന്നായി നമുക്ക് ചെയ്യാൻ പറ്റുക. സോ അതിന് നമ്മൾ എന്ത് വേണം? നമുക്ക് നമ്മളിലേക്കൊരു കോൺഷ്യസ്നെസ്, ഒരു ബോധം ഉണ്ടാവണം. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെ പറ്റി. നമ്മുടെ സമയത്തിന് വാല്യൂ ഉണ്ട്, തിരിച്ച് കിട്ടില്ല, ആ ഒരു ബോധം എപ്പോഴും വേണം. സോ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ ആത്മാർത്ഥതയോടെ നമ്മൾ ചെയ്തു തീർക്കുക. ഇതെപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടാവും, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ പിന്നാലെ നമ്മൾ ഓടാൻ നിൽക്കരുത്. നമ്മൾ കോൺഷ്യസ് ആവുക, നമ്മൾ നമ്മുടെ ഹയർ സെൽഫിലോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നമ്മൾ ചെയ്യാം, അത്രയേ വേണ്ടൂ. അല്ലാണ്ട് മറ്റുള്ളവർ പറയണ കേട്ടിട്ട് ഈ ജേർണിയുടെ പിന്നാലെ നിങ്ങൾ ഓടാൻ നിന്നാൽ നിങ്ങളുടെ ലൈഫിലുള്ള കുറേ സമയം നിങ്ങൾക്ക് വേസ്റ്റാവും. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളുടെ സോൾ പർപ്പസ് ഇതെല്ലാം ലാഗ് ചെയ്ത് പോവും. സോ ഇതൊന്നും മനസ്സിലാക്കുക. നിങ്ങൾ ആരും പറയുന്ന സ്റ്റേജസിൻ്റെ പിന്നാലെയോ നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളുടെ പിന്നാലെ നിങ്ങൾ ഓടാതിരിക്കുക. മനസ്സിലാക്കിക്കോളൂ, വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷേ അത് മാത്രമാണ് ശരി എന്ന് തെറ്റിദ്ധരിക്കരുത്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇനി ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഒരു കംപ്ലൈൻറ്റ് എനിക്ക് വന്നു. കംപ്ലൈൻറ്റ് വേറൊന്നുമല്ല, മെയിൽ അയക്കുന്നുണ്ട് പക്ഷേ വിളിക്കുന്നില്ല എന്ന്. അതുപോലെ മെയിൽ അയച്ചിട്ട് നോക്കുന്നില്ല എന്ന്. മെയിൽ അയച്ചിട്ട് നോക്കാത്തതല്ല, എനിക്ക് മെയിൽ കിട്ടിയാലേ നോക്കാൻ പറ്റുള്ളൂ. അതൊന്നും മനസ്സിലാക്കുക. ഈ മെയിൽ ഐ ഡി പലരും seetharamam@gmail.com എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അങ്ങനെയല്ല, seetharamam1111@gmail.com അതാണ് എൻ്റെ മെയിൽ ഐ ഡി. അവിടെ 4 ഒന്നുകളുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിൽ 3 ടൈപ്പ് ചെയ്തിട്ട് മെയിൽ ഐ ഡി പോകുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ മെയിൽ അയക്കുന്ന സമയത്ത് ആ മെയിൽ ഐ ഡി കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് അയക്കാൻ ശ്രമിക്കാം. രണ്ടാമത്തെ കാര്യം, മെയിൽ ഐ ഡി എവിടെയും കാണുന്നില്ല എന്ന് പലരും പറയുന്നു. എല്ലാ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ എൻ്റെ മെയിൽ ഐ ഡി വെക്കുന്നുണ്ട്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി കംപ്ലയിൻസ് ഇന്നേതാണ്. മെയിൽ അയച്ചിട്ട് വിളിക്കുന്നില്ല, മെയിൽ കൃത്യമായിട്ട് അയച്ചു പക്ഷേ വിളിക്കുന്നില്ല. മെയിൽ അയച്ചിട്ടുണ്ട്, എനിക്ക് മെയിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഞാൻ തീർച്ചയായും വിളിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഞാൻ എന്തുകൊണ്ടാണ് ഡെയിലി വീഡിയോ ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് സമയത്തിൻ്റെ കുറവ് കൊണ്ടാണ്. എല്ലാവർക്കും ഉള്ള സമയമാണ് എനിക്കുള്ളത്, പക്ഷേ ഓടിയെത്തുന്നില്ല. അതൊന്ന് മനസ്സിലാക്കുക. ഒരുപാട് ബിസിയാണിപ്പോൾ. ക്ലാസ്സുണ്ട്, അറ്റൂൺമെൻ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ഹീലിംഗ് ഇഷ്ടം പോലെയുണ്ട്. ഞാനൊരമ്മയാണ്, കുട്ടികളുടെ കാര്യം നോക്കണം, വീട് നോക്കണം, ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ വേറെ ഒരുപാടുണ്ട്. അപ്പോൾ മെയിൽ അയച്ചു കഴിഞ്ഞാലും ഞാൻ ചിലപ്പോൾ 2-3 ദിവസത്തിന് ശേഷമാണ് ചില ആളുകളെ വിളിക്കാൻ പറ്റുന്നത്. അത് മനഃപൂർവ്വം മാറ്റി വയ്ക്കുന്നതല്ല, തിരക്ക് കൊണ്ടാണ്. അതൊന്ന് മനസ്സിലാക്കുക. മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും എല്ലാവരെയും തിരിച്ച് വിളിക്കും. അപ്പോൾ ഇതൊരു കംപ്ലൈൻ്റായിട്ട് പറയരുത്, തിരക്ക് കൊണ്ടാണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ മറ്റൊരു കാര്യം, ചില ആളുകൾക്ക് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴായിരിക്കും അവരുടെ മെയിൽ വരിക, ആ ഓൺ ദ സ്പോട്ടിന് ഞാൻ വിളിക്കുകയും ചെയ്യും. അതെല്ലാം രേഖി തീരുമാനിക്കുന്നു എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് രേഖയ്ക്ക് മാത്രമാണ് ഞാൻ വിട്ടുകൊടുക്കുക. കാരണം അവരെ രേഖി തിരഞ്ഞെടുത്തുകൊണ്ടാണ് അവർക്ക് അത്രയും ഫാസ്റ്റായിട്ട് ഇവൻ ഹീലിംഗ് ആണെങ്കിലും അറ്റൂൺമെൻ്റ് ആണെങ്കിലും കിട്ടുന്നത്. ചില ആളുകളെ മെയിൽ അയച്ചിട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞ് ഇവർ എടുക്കില്ല. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് വിളിച്ചിട്ട് പറയും, ഞാനൊരു മാസം മുൻപ് അല്ലെങ്കിൽ 2 മാസം മുൻപ് മെയിൽ അയച്ചിട്ടുണ്ട്, ഇപ്പോഴാണ് വിളിക്കാൻ പറ്റുന്നത്. അത് എൻ്റെ മിസ്റ്റേക്കല്ല. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്, ഞാനൊരു ഓഡിയോ അയക്കാറുണ്ട്, ഇത് സീതാരാമം ചാനലിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് തന്നെ ഓഡിയോ അയക്കാറുണ്ട്. എന്നിട്ടും നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? അതൊന്നും മനസ്സിലാക്കാതെ എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കല്ല. നിങ്ങൾ തിരിച്ച് വിളിക്കുന്ന പറഞ്ഞിട്ട് വയ്ക്കും, എന്നിട്ട് പിന്നെ 1 മാസം 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വിളിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ സമയം അപ്പോഴേ ആവുന്നുള്ളൂ, ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അപ്പം ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയരുത്, സമയത്തിരക്ക് കൊണ്ടാണ്. മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ, എല്ലാ നന്മയും ഉണ്ടാകട്ടെ. താങ്ക് യു.